ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ കണ്ട കുട്ടിക്കലാശം ഒരു ഒന്നൊന്നര കുട്ടിക്കലാശമായിരുന്നു. സംഭവം അടിപൊളിയായി. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തനാകാൻ ശ്രമിച്ചത് PV അൻവറാണ്. കുട്ടിക്കലാശത്തിന് പകരം വീട് കയറി കൊട്ടാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു തന്ത്രമാണ് അദ്ദേഹം പയറ്റിയത്. ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത ഒരു പരിപാടിയാണ് ഇന്ന് PV അൻവർ പയറ്റിയത്. അപ്പോൾ ഇനി നിശബ്ദതയുടെ പ്രചാരണം നിശബ്ദമായി പ്രചരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും വോട്ടേഴ്സിൻ്റെ മനസ്സിൽ കണ്ടറിയാം. മറ്റന്നാൾ വിധിയെഴുത്താണ്. പ്രൈം ടൈം ആരംഭിക്കുന്നത്. പ്രൈം ടൈം തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മലപ്പുറം തിരൂരിലെ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുട്ടിക്കലാശത്തിന് ഒരുപാട് വാർത്തകളും ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു. വളരെ ആവേശം നിറഞ്ഞ പോരായിരുന്നു അവിടെ ശരിക്കും നടന്നത്. അപ്പോൾ തിരൂരിലെ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. തിരൂരിൽ 9 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് മാതാപിതാക്കൾ വിറ്റു. കുഞ്ഞിനെ വിറ്റവരും കുഞ്ഞിനെ വാങ്ങിയവരും തമിഴ്നാട്ടുകാരാണ്. കുഞ്ഞിൻ്റെ അമ്മ ഉൾപ്പെടെ 4 പേർ ഇപ്പോൾ അറസ്റ്റിലായി. 24 പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സമീർ, ശരിക്കും ഇവർ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് താമസിക്കുന്ന മാതാപിതാക്കളാണോ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് കുഞ്ഞിനെ വിറ്റത്? പറയൂ. SKN തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ കേരളത്തിൽ താമസിച്ച് ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളാണ് ഈ കുഞ്ഞിനെ വിറ്റവരും വാങ്ങിയവരും എന്നുള്ളതാണ്. ഈ 9 മാസം മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞായ പെൺകുഞ്ഞിനെയാണ് ഈ തമിഴ്നാട് സ്വദേശികൾ വിറ്റിരിക്കുന്നത്. കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞിന്റെ അമ്മ കീർത്തന, രണ്ടാനച്ഛൻ ശിവ, കുട്ടിയെ വാങ്ങിയ ആദിലക്ഷ്മി, ഇടനിലക്കാരായ ദമ്പതികളായ ഷെന്തിൽകുമാർ, പ്രേമലത എന്നിവരെയാണ് ഈ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കച്ചവടം നടന്നിരിക്കുന്നത് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ കുഞ്ഞിന്റെ അമ്മ കീർത്തനയും ഈ കുഞ്ഞിന്റെ രണ്ടാനച്ഛൻ ശിവയും താമസിക്കുന്നത് തിരൂരിലെ ഒരു വാടക ക്വാർട്ടേഴ്സിലാണ്. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഈ കുട്ടിയെ കാണാതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായതായി ഈ അയൽവാസികളാണ്, ഈ തൊട്ടപ്പുറത്ത് മുറിയിൽ താമസിക്കുന്ന ആളുകളാണ് ഈ തിരൂർ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. കാരണം 9 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവർക്കൊപ്പമുണ്ട്. എന്നാൽ ഇന്നു മുതൽ ആ കുട്ടിയെ കാണുന്നില്ല എന്നുള്ളതായിരുന്നു ഈ അയൽവാസികൾ തിരൂർ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചത്. അതിന് പിന്നാലെ തിരൂർ പോലീസ് ഇവരെ വിളിച്ച് വിശദമായി ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഈ കുഞ്ഞിനെ വിറ്റ കാര്യം ഈ മാതാപിതാക്കൾ വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഈ കോഴിക്കോട് സ്വദേശിയായ ആദിലക്ഷ്മി എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയായ ഒരു സ്ത്രീക്കാണ് ഈ കുഞ്ഞിനെ വിറ്റത് എന്ന് ഈ പ്രതികൾ താങ്കൾ തുടരുക. ഞാൻ ഇപ്പോൾ നമ്മുടെ CWC അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാം. അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട്, നമസ്കാരം. പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? അല്ല, നമ്മളുടെ മുന്നിൽ കുട്ടിയെ ഹാജരാക്കിയിരുന്നു. ഇന്ന് വൈകിട്ട് കുട്ടിയെ നമ്മളുടെ മുന്നിൽ ഹാജരാക്കിയിട്ട് നമ്മൾ ശിശുക്ഷേമ സമിതിയുടെ മലപ്പുറത്തുള്ള ശിശുപരിപാലന കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇത്തരം സംഭവങ്ങൾ സാധാരണ കേരളത്തിൽ നടക്കാത്തതാണ്. തമിഴ്നാട്ടുകാരാണ് ചെയ്തതെങ്കിലും കേരളത്തിൽ തന്നെയാണല്ലോ സംഭവിച്ചത്. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? കേരളത്തിൽ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല. ഇതിപ്പോ തമിഴ്നാട് സ്വദേശിയായ ഒരു സ്ത്രീയും അവരുടെ 2ാം ഭർത്താവും കൂടി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയും തിരൂർ ബസ് സ്റ്റാൻഡിനടുത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയും മറ്റൊരു സ്ത്രീ, തമിഴ്നാട്ടിലുള്ള മറ്റൊരു സ്ത്രീക്ക് ഈ കുട്ടിയെ 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നത്. അല്ല, ഇതിന് ഇനി അടുത്ത നടപടിക്രമം എന്തായിരിക്കും CWCയുടെ? അടുത്ത നടപടിക്രമം എന്ന് വെച്ചപ്പോ പോലീസ് ഇപ്പോ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 75, 81 അനുസരിച്ചിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. അപ്പൊ 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടികളുടെ ഉത്തരവാദിത്വമുള്ള കുട്ടികളുടെ നിയന്ത്രണമുള്ള പിന്നെ രക്ഷിതാക്കൾ കുട്ടിയെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഒരു സെക്ഷനാണത്. അതുകൂടാതെ പിന്നെ JJ ആക്ടിലെ 81 പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. അത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി കുട്ടിയെ വിൽക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ BNS 143(4) പ്രകാരം കുട്ടിയെ മനുഷ്യക്കടത്തിന്റെ ഭാഗമായിട്ട് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ കുട്ടിയെ തന്നു. നമ്മൾ ആ കുട്ടിയെ ശിശുപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. പോലീസ് ഇത് സ്വാഭാവികമായിട്ടും ഇതിന്റെ തുടരന്വേഷണം നടത്തണം. ഈ വിറ്റ ആളിന്റെ തന്നെയാണോ കുട്ടി എന്നതിന്റെ DNA പ്രൊഫൈലിംഗ് അടക്കമുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തണം. അതിനുശേഷം കുട്ടിയുടെ പുനരധിവാസം, തുടർന്നുള്ള പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തീരുമാനിക്കും.
ഓക്കെ താങ്ക് യു നമസ്കാരം. നമ്മൾ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാടാണ്, അദ്ദേഹം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ സമീർ ബിൻ കരീം തുടരുകയാണ്. സമീർ, ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഈ വാർത്തയുടെ? 1.5 ലക്ഷം രൂപയ്ക്ക് തമിഴ്നാട്ടിലെ ഒരു വീട്ടമ്മ അവരുടെ രണ്ടാം ഭർത്താവിൻ്റെ കൂടെ താമസിക്കുമ്പോൾ തിരൂരിൽ വെച്ച് കുട്ടിയെ വിറ്റു. പോലീസിൻ്റെ കസ്റ്റഡിയിലായി. വാങ്ങിച്ചവരും പ്രതികളായി, വിറ്റവരും പ്രതികളായി. അത് കഴിഞ്ഞ് അതേ സ്കാൻ, അതായത് കോഴിക്കോട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളാണ് ഈ കുഞ്ഞിനെ വാങ്ങിയത് എന്നുള്ളതാണ്. ഈ ആദിലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ കുഞ്ഞിനെ വാങ്ങിയിരിക്കുന്നത്. അതിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചിരിക്കുന്നവരാകട്ടെ ഷെന്തിൽ കുമാർ, പ്രേമലത എന്നീ 2 പേരാണ്. ഇവർ ദമ്പതികളാണ്. ഇവരാണ് ഇടനിലക്കാരായി പ്രവർത്തിച്ചത്. ഈ ആദിലക്ഷ്മിയാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരോട് പറയുന്നത്. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മയിലേക്കും രണ്ടാം അച്ഛനിലേക്കും ഇവരെത്തുകയും അങ്ങനെ കുഞ്ഞിനെ വാങ്ങുകയും ചെയ്തിരിക്കുന്നത്. ആദ്യം 3 ലക്ഷം രൂപയാണ് ഈ കുഞ്ഞിനെ വിൽക്കാനായി ഈ കുഞ്ഞിന്റെ അമ്മ ആവശ്യപ്പെട്ടത്. പക്ഷെ പിന്നീട് അത് 1.5 ലക്ഷത്തിലേക്ക് കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ 1.5 ലക്ഷം രൂപയ്ക്ക് ഇന്നലെയാണ് ഈ കുഞ്ഞിനെ കൈമാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പോലീസ് ഇത് കണ്ടെത്തി കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവരുടെ ഉദ്ദേശം എന്നുള്ളത്, ഇവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവരാണ് കുഞ്ഞിനെ വാങ്ങിയവർ. അവർക്ക് പല ഘട്ടങ്ങളിലായി അവർ ഈ കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഒന്നും വിജയിക്കാതെ വന്നതോടു കൂടിയാണ് കുഞ്ഞിനെ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പണം കൊടുത്ത് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുഞ്ഞിനെ വാങ്ങിയ ആദിലക്ഷ്മി 30 വർഷമായി ഈ കേരളത്തിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയാണ്. ഈ ഷെന്തിൽ കുമാറും ഈ ഇടനിലക്കാരെ പ്രവർത്തിച്ച ഷെന്തിൽ കുമാറും പ്രാമലതയും 15 വർഷമായി കേരളത്തിൽ താമസിക്കുന്നവരാണ്. അങ്ങനെ ഇവിടെ ജോലി ചെയ്ത് താമസിക്കുന്നവരാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ വിൽക്കപ്പെട്ടവരും വാങ്ങിയവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേട്ടുകേൾവി ഇല്ലാത്തൊരു സംഭവത്തിനാണ് ഇന്ന് തിരൂർ പോലീസ് സ്റ്റേഷൻ സാക്ഷിയായത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ അയൽവാസികളുടെ അവസരോചിതമായ ഇടപെടലും പോലീസിന്റെ ഇടപെടലുമാണ് ഈ വിഷയത്തിൽ ഈ കുഞ്ഞിനെ അതിവേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ കുഞ്ഞിനെ ഇവർ കൊണ്ടുപോകുന്നു. ഇന്ന് തന്നെ പോലീസ് അവരെ കണ്ടെത്തി ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നു. പിന്നീട് പോലീസ് ഈ കുഞ്ഞിനെ വൈദ്യപരിശോധന അടക്കം വിധേയമാക്കി കുഞ്ഞിനെ പിന്നീട് CWC കൈമാറുകയും ആ കുഞ്ഞിനെ ഒരു സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെല്ലാം തന്നെ പോലീസ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയിരിക്കുകയാണ്. പ്രതികളെ റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കാരണം നിലവിൽ 5 പേരാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയ ആളുകളുണ്ടോ, അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട് സ്വദേശികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ സമാനമായ രീതിയിൽ കുട്ടികളെ ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടോ എന്നതടക്കം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മലപ്പുറം തിരൂരിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഏതായാലും ആ കുഞ്ഞിനെ ഇപ്പോൾ പോലീസ് രക്ഷപ്പെടുത്തിയിരിക്കുന്നു, സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ശക്തമായ നടപടി കേസിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി തിരൂരിൽ നിന്നും ചേർന്നത്. സ്വന്തം അമ്മയും രണ്ടാം ഭർത്താവും കൂടെ ചേർന്ന് ഒരു കുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് തമിഴ്നാട്ടിലെ മറ്റു 2 പേർക്ക് വിറ്റു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. കോഴിക്കോട് വടകര ചോമ്പാല ദേശീയപാതയിൽ കുഴിയിൽ വീണ് ഒരു ബൈക്ക് യാത്രികൻ മരിച്ചു. ചോമ്പാല സ്വദേശി TT നാണുവാണ് മരിച്ചത്. 61 വയസ്സ് പ്രായമുള്ള ആളാണ്. മുക്കാളി KSEB ഓഫീസിന് സമീപത്ത് ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അപകടം ഉണ്ടായത്. കനത്ത മഴയിൽ വെള്ളം കയറിയ കുഴിയിൽ ബൈക്ക് മറിഞ്ഞു വീണാണ് ഈ അപകടം സംഭവിച്ചത്. കഷ്ടമായി പോയി. ഇനി നിലമ്പൂരിൽ പ്രചാരണത്തിന് കൊടിയിറങ്ങി. നിലമ്പൂരിനെ ഇളക്കി മറിച്ച് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് കുട്ടിക്കലാശം നടന്നു. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും റോഡ് ഷോ ഉച്ചതിരിഞ്ഞ് ടൗണിലെത്തിയപ്പോൾ മഴയിലും ആ അണികളുടെ ആവേശം അണപൊട്ടി. എന്നാൽ കുട്ടിക്കലാശമൊന്നും ഇല്ലാതെ ഓരോ വീടും കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിക്കുന്ന പതിവിന് വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു PV അൻവർ ഇന്ന് നടപ്പിലാക്കിയത്. അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ആൾക്കൂട്ടത്തിൻ്റെ ആരവം ടൗണിൽ അരങ്ങേറുന്ന സമയത്ത് PV അൻവർ ഒറ്റതിരിഞ്ഞുള്ള വീടുകളിലേക്ക് യാത്രയാവുകയായിരുന്നു. മറ്റന്നാളാണ് നിലമ്പൂർ പോളിംഗ് ബൂത്തിൽ എത്തുക. ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഇന്നിപ്പോഴും നമുക്ക് വായിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അത്ര കടുത്ത മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്.
വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് എന്ന LDF സ്ഥാനാർത്ഥി, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിപ്പട തന്നെ മണ്ഡലത്തിൽ, ഒരൊറ്റ വോട്ടും ചോരില്ലെന്ന ആത്മവിശ്വാസമുണ്ട് LDF-ന്. തീർച്ചയായും നിലമ്പൂർ പുതിയ ചരിത്രമെഴുതും. ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ആത്മവിശ്വാസം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവങ്ങളാണ്. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ഊർജം പ്രവർത്തകരുടെ ആവേശത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ കോട്ട തിരികെ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഒറ്റക്കെട്ടായുള്ള പ്രചരണം, പ്രിയങ്കയുടെ വരവ്, ഭരണവിരുദ്ധ വികാരം 10,000 വോട്ടിന് ഭൂരിപക്ഷം നൽകുമെന്ന പ്രതീക്ഷയാണ് UDF-ന്. ഒരു വലിയ ചരിത്ര വിജയം തന്നെ ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ്. വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമാണെങ്കിലും പോരിന് ഉറച്ചു തന്നെയാണ് NDA. പുതിയ അധ്യക്ഷന്റെ കീഴിലുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. മലയോര മേഖല ഓരോ വോട്ടും മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എഴുതി തള്ളിയവർക്കുള്ള മറുപടിയായിരിക്കും. എന്റെ ബാക്കിൽ ക്യാമറക്കാരുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടാണ് ഈ കോലത്തിലായത്. ഇപ്പൊ ചോര തുപ്പിട് അത് കൂടിയ ബാക്കിയുണ്ട്. CPIM-നും മുഖ്യമന്ത്രിക്കും എതിരെ തുടങ്ങിയ യുദ്ധം, പിന്നെ തനിച്ചുള്ള പോരാട്ടം. തനിച്ചുള്ള പടവട്ടിൽ നിലമ്പൂർ കടക്കുമോ PV അൻവറിന്റെ അവകാശവാദങ്ങൾ? കൊട്ടിക്കലാശമില്ലാതെ വീടുകൾ കയറിയായിരുന്നു PV അൻവറിന്റെ പ്രചാരണം. ഇനി ഞാൻ ഒരുപാട് വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിനി കുറേ ആളുകളെ കാണാനും വോട്ട് പറയാനൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് നീങ്ങാണ്. ചാലിയാറിനോളം പരപ്പും തേക്കിനോളം കാതലുമുള്ളതാണ് നിലമ്പൂരിൽ പിന്നിട്ട 25 നാളത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം. ഇന്ന് കൊട്ടിക്കലാശമായി. വിവാദങ്ങൾ അനവധി, ചടുല രാഷ്ട്രീയ നീക്കങ്ങൾ വേറെയും. ഇനി നിലമ്പൂരിൽ ജനവിധിക്കായുള്ള കാത്തിരിപ്പാണ്. ടീം 24 നിലമ്പൂർ. ഇന്നത്തെ കുട്ടിക്കലാശം ആദ്യ അവസാനം കണ്ട നമ്മുടെ വാർത്താ സംഘത്തിലെ മുൻനിരക്കാരനാണ് ദീപക് തർമ്മണം. ദീപക് തർമ്മണം തത്സമയം ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വളരെ നമുക്ക് ആർക്ക് അനുകൂലമാകും നിലമ്പൂർ എന്ന് വിധിയെഴുതാൻ കഴിയാത്ത രീതിയിലുള്ള കുട്ടിക്കലാശമാണെന്ന് അരങ്ങേറിയത്. PV അൻവർ വ്യത്യസ്തമായ പാത സ്വീകരിച്ചു, അത് വേറൊരു വഴി. എന്താണ് ഈ നിലമ്പൂരിൽ നിന്ന് നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? SKN കാടേറെയുള്ള പ്രദേശമാണ് നിലമ്പൂർ. കാടടച്ചുകൊണ്ടുള്ള പ്രചരണമാണ് യഥാർത്ഥത്തിൽ എല്ലാ മുന്നണിയും നടത്തിയത്. അതായത് 3 മുന്നണിയും അതുപോലെ തന്നെ അൻവറും PV അൻവറും നടത്തിയത് എന്നുള്ളതാണ് വസ്തുത. അതായത് പ്രചരണത്തിൻ്റെ എല്ലാ സാധ്യതയും സങ്കേതങ്ങളെയും കൃത്യമായി പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചാലിയാറിൻ്റെ പരപ്പും അതുപോലെ തന്നെ തേക്കിൻ്റെ കാതലുമുള്ള പ്രചരണ രീതിയായിരുന്നു. പ്രചരണത്തിനിടയിൽ ക്ലൈമാക്സുകളും ആൻറ്റി ക്ലൈമാക്സുകളും മറിയുന്നത് നമ്മൾ കണ്ടിരുന്നു. ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ, സന്ദർശനങ്ങൾ, കൂടിക്കാഴ്ചകൾ, അതുപോലെ തന്നെ ചില കൂട്ടുകെട്ടിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരം, ഭരണ അനുകൂല വികാരം. ഇതിനെ ചൊല്ലി തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. മത്സരം ആര് തമ്മിലാണ് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറയാൻ സാധിക്കും. UDF-ഉം LDF-ഉം തമ്മിലാണ് എന്നുള്ളത്. പക്ഷേ PV അൻവറും ഗണ്യമായൊരു വോട്ട് പിടിക്കും എന്നുള്ളതാണ്. NDA ആണെങ്കിൽ ആദ്യം BJP സ്ഥാനാർത്ഥി വേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നീട് കളം പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവർ. പുതിയ ഒരു ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ 3 മുന്നണികൾ ഒപ്പം PV അൻവർ പ്രചരണത്തിൽ ഇവരെല്ലാം ഒപ്പത്തിനൊപ്പമായിരുന്നു. പക്ഷേ എന്നാൽ അങ്കത്തട്ടിൽ അടരാടുന്നത് അല്ലെങ്കിൽ ജയപരാജയങ്ങളിൽ ആർ തമ്മിൽ എന്ന് ചോദിച്ചാൽ അത് ഷൗക്കത്ത് ആര്യാടൻ
ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും തമ്മിലാണ് എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല SK ഇന്ന് പ്രചരണത്തിൻ്റെ രീതി, കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മുൻപ് എം സ്വരാജ് എത്തുന്നു, ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നു. എം സ്വരാജിനെ വ്യത്യസ്തനായ ഒരു എം സ്വരാജായി ഇന്ന് നമ്മൾ പ്രചരണ മുഖത്ത് കണ്ടു. കുട്ടികളെ തട്ടിയെടുക്കുന്ന, എല്ലാവരെയും കൈ പിടിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്യുന്ന, ഇതുപോലെ കൂടുതൽ വർദ്ധിത വീര്യത്തിൽ കോൺഫിഡൻസിലായിരുന്നു ആര്യാടൻ ഷൗക്കത്തിനെയും കണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നിലമ്പൂരിലെ വിധി ഇപ്പോൾ പെട്ടിയിലേക്കാകും മുൻപ് പ്രവചനാതീതം എന്ന വിലയിരുത്തലിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ എത്തേണ്ടി വരും. പ്രചരണം കൊട്ടിക്കലാശി കഴിയുമ്പോൾ ഇനി നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ രാവിലെ മുതൽ ജനവിധി എഴുതുകയാണ്. ആ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും UDF-ഉം LDF-ഉം നെക്ക് ഫൈറ്റിലാണ് നിലമ്പൂർ എന്ന്. SK ഓക്കെ, ദീപക് തരമണമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുമ്പോഴും കേരളത്തിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുകയാണ്. കനത്ത മഴ കാരണം ഒരുപാട് അത്യാഹിതങ്ങളും കെടുതികളും ഒക്കെ തന്നെ ഇപ്പോഴും വാർത്തയാണ്. 4 ദിവസമായി പെയ്യുന്ന മഴയാണ്. വ്യാപക നാശനഷ്ടം പലയിടങ്ങളിലും ഉണ്ടായി. റെഡ് അലർട്ട് നിലനിൽക്കുന്ന കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പലയിടത്തും ഇന്ന് വെള്ളം കയറി. കാസർഗോഡും കോഴിക്കോടുമായി 2 പേർ മുങ്ങി മരിക്കുകയും ചെയ്തു. ഒരാൾക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇടവിട്ട് പെയ്യുന്ന അതിശക്ത മഴയിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കനത്ത നാശനഷ്ടം. കുട്ലുവിൽ ഇന്നലെ കാണാതായ ഭവാനിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തെ തോട്ടിലായിരുന്നു മൃതദേഹം. ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ വിള്ളൽ രൂപപ്പെട്ടു. നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൈതക്കാട് ജവാൻ നഗറിൽ മണ്ണിടിഞ്ഞു. കോടോം ബേളൂർ പഞ്ചായത്തിലെ അടുക്കം മൂപ്പിൽ അബ്ദുള്ളയുടെ വീട് കനത്ത മഴയിൽ തകർന്നു. തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ നെടുംകണ്ടത്തെ 10 വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ ചുണ്ണാമ്പ് ഫാക്ടറി പകുതിയോളം മുങ്ങി. ഇതുവരെ ഇങ്ങനെ നമ്മൾ ഒരു 10-15 വർഷം മുമ്പിലാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ കയറി. വലിയ നഷ്ടം തന്നെ. നമ്മൾ ഈ പ്രദേശത്തിൽ എല്ലാവർക്കും ഭയങ്കര നഷ്ടം തന്നെ. മഞ്ചേശ്വരം മിയാപദവിൽ മണ്ണിടിച്ചിലുണ്ടായി. കണ്ണൂർ, തളിപ്പറമ്പ് നഗരങ്ങളിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാക്കത്തോട്, മുക്കോല, അള്ളാംകുളം എന്നിവിടങ്ങളിൽ കടകളിൽ വെള്ളം കയറി. കുപ്പത്ത് വീണ്ടും വീടുകളിലേക്ക് വെള്ളവും ചെളിയും ഇരച്ചെത്തി. തളിപ്പറമ്പ് മുയ്യം റോഡിൽ മതിൽ തകർന്ന് ബൈക്ക് യാത്രികന് പരുക്കേറ്റു. കൂനം സ്വദേശി സുനേഷിനാണ് പരുക്കേറ്റത്. വെള്ളം കയറിയതിനെ തുടർന്ന് ചെറുകുന്ന് LP സ്കൂളിന് അവധി നൽകി. കൊട്ടിയൂർ ദർശനത്തിനിടെ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാന്തിന്റെ മൃതദേഹം കണ്ടെത്തി. പുഴയിൽ കാണാതായ കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനായി തിരച്ചിൽ തുടരുകയാണ്. കോഴിക്കോട് മാവൂരിൽ വീടിന് മുകളിൽ തെങ്ങും പനയും വീണ് 2 പേർക്ക് പരുക്കേറ്റു. തോറക്കാളിൽ ഖദീജ, ഉമ്മത്തി എന്നിവർക്കാണ് പരുക്കേറ്റത്. വളയം മഞ്ചാന്തറ വലിയപറമ്പത്ത് ബാലന്റെ വീട്ടുമുറ്റത്തെ കിണറിടിഞ്ഞു. മലപ്പുറം പൂക്കോടുംപാടം, പായമ്പാടം, തേനാമൂച്ചി കുട്ട്യാലിയുടെ വീട്ടിലെ കിണറിടിഞ്ഞു. ശക്തമായി മഴ പെയ്യുന്നതിനാൽ മലബാർ മേഖലയിലെ മലയോര പാതകളിൽ യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്. വ്യാപക മഴ കാരണം ഒരുപാട് കനത്ത നാശനഷ്ടങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. കനത്ത മഴയിൽ കോഴിക്കോട് പൂളാടിക്കുന്ന് വെങ്ങളം ബൈപ്പാസിൽ അമ്പലപ്പടി ഭാഗത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. താമരശ്ശേരി വെഴുപ്പൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കുളത്തറയിൽ വീടിന് മുകളിൽ മരം വീണു. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി വെങ്ങളം ബൈപ്പാസിൽ നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുകയാണ്. അവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു എന്നാണല്ലോ റിപ്പോർട്ട്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ശക്തമായ മഴയും അതേ തുടർന്ന് ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുമാണ്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വെങ്ങളം ബൈപ്പാസിലുള്ള ഗതാഗത കുരുക്ക്. സന്ധ്യയോടുകൂടെ ആരംഭിച്ച ഒരു വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് ജോലി കഴിഞ്ഞു പോകുന്നവർ, അതുപോലെ തന്നെ ആശുപത്രികളിൽ നിന്ന് മടങ്ങുന്നവർ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇവിടെ പെട്ട് നിൽക്കുന്നത്. 3 ആംബുലൻസുകളും ഇവിടെ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആംബുലൻസ് കടന്നുപോയി മറ്റ് 2 ആംബുലൻസുകൾ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രോഗികളുമായി വരുന്നവരും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന ഒരു കുടുംബവുമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് നിരവധി പേര് ഈ ബൈപ്പാസിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. കൂടാതെയാണ് ശക്തമായ മഴയെ തുടർന്നുണ്ടാകുന്ന ബ്ലോക്കുകളും. ചേട്ടാ, എത്ര നേരമായി? അരമണിക്കൂറായി. ഭയങ്കര ബ്ലോക്കാണ്. ബാംഗ്ലൂരൊക്കെ ഓടിയെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. ഇത് വണ്ടി എവിടെ പോവാ? ബാംഗ്ലൂർ. വരുന്ന വഴിയൊക്കെ നല്ല മഴയാണ്. നല്ല മഴ. അതെ, നോക്കാം. അപ്പോൾ അവിടെ എത്താൻ ഒരുപാട് വൈകും അല്ലേ? ഒരുപാട് ലേറ്റ് ആവും. SKN ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ്. അതിൻ്റെ ഡ്രൈവറാണ് നമ്മോട് സംസാരിച്ചത്. ഈ വിധത്തിൽ ഇങ്ങനെ പെട്ടുപോവുകയാണെങ്കിൽ അവിടെ എത്താൻ ഏറെ വൈകും. ഇത്തരത്തിലുള്ള ഓരോ ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. ലോറികളുണ്ട്,
ജീപ്പുകളുണ്ട്, ഓട്ടോറിക്ഷകളുണ്ട്, അങ്ങനെ വിവിധ വാഹനങ്ങൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. KSRTC ബസ് തൊട്ട് മുന്നിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇങ്ങനെ സന്ധ്യയോടുകൂടെ ആരംഭിച്ച ബ്ലോക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. മഴയുടെ ഭാഗമായിട്ടുണ്ടാവുള്ള അത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. കൂടാതെ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായുള്ള ബ്ലോക്ക് കൂടിയാണ്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് യാത്രക്കാർ അനുഭവപ്പെടുന്നു. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. SKN സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ പല റോഡുകളിലും ഇതുപോലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. തെന്നിത്തെറിഞ്ഞ് കിടക്കുന്ന റോഡാണ്, നിങ്ങൾക്ക് ചവിട്ടിയാൽ കിട്ടത്തില്ല. വണ്ടി ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അതുപോലെ പല പ്രേക്ഷകരും കമൻറ്റ് ബോക്സിൽ നാളെ എറണാകുളം ജില്ലയ്ക്ക് അവധിയുണ്ടോ, മഴ കാര്യമായി പെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോട്ടയം ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. എന്നാൽ പരീക്ഷയ്ക്ക് ഈ അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പരീക്ഷകൾ നടക്കും. മറ്റൊരിടത്തും അവധിയുള്ളതായി ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് സർക്കാരോ അറിയിച്ചിട്ടില്ല. കനത്ത കാറ്റിലും മഴയിലും എറണാകുളത്തും തൃശ്ശൂരിലും വീടുകൾ തകർന്നുപോയി. പലയിടങ്ങളും വെള്ളക്കെട്ടാൽ സമ്പന്നമായി എന്ന് വേണമെങ്കിൽ പറയാം. തൊടുപുഴയിലും കുന്നുംകുളത്തും വീടുകൾ തകർന്ന് ആളുകൾക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും പലയിടങ്ങളിലും നാശം വിതയ്ക്കുകയാണ്. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂർ അയ്യപ്പത്ത് വീട് തകർന്നു. അയ്യപ്പത്ത് സ്വദേശി വിജേഷിന്റെ വീടാണ് തകർന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തൃശൂരിൽ ഇതുവരെ 12 ക്യാമ്പുകൾ തുറന്നു. 184 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 11 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തൊടുപുഴ കുമാരമംഗലത്തും ശക്തമായ കാറ്റിൽ മരം വീണ വീട് തകർന്നു. വയോധികരായ ജോർജ്, കുഞ്ഞുമ്മ എന്നിവരുടെ വീടാണ് തകർന്നത്. വീടിന്റെ ഓട് വീട് പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും വൻ നാശമാണ് മഴ വിതച്ചത്. കുട്ടമ്പുഴ ഇളംപ്ലാശ്ശേരി ഉന്നതിയിൽ മരം വീണ 3 വീടുകൾ തകർന്നു. പൂയംകുട്ടി മണികണ്ഠൻ ചാൽ വെള്ളത്തിൽ മുങ്ങി. ആദിവാസി ഉന്നതികൾ ഒറ്റപ്പെട്ട നിലയിലാണ്. എറണാകുളം ഏലൂരിൽ ആൽമരം ഒടിഞ്ഞു വീണ 2 പേർക്ക് പരിക്കേറ്റു. പാട്ടുപൊറുക്കൽ ക്ഷേത്രത്തിന്റെ ആൽമരമാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൊടുപുഴ. ഇനി ചേലക്കരയിൽ നിന്നൊരു വാർത്ത. തൃശ്ശൂർ ചേലക്കര കളപ്പാറ വാരിത്തൂന്ന് പ്രദേശത്ത് പദമഴ. വാരിത്തൂന്ന് പ്രദേശത്തേക്ക് കാട്ടുജോലകളിൽ നിന്ന് എത്തുന്ന വെള്ളത്തിലാണ് പദമഴ കണ്ടത്. ഈ പ്രദേശ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി UR പ്രദീപ് MLA അറിയിച്ചു. ഈ പദമഴയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എങ്ങനെയാണ് ഈ പദമഴ ഉണ്ടാകുന്നത് നമുക്കറിയില്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചാലേ അറിയൂ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് പദമഴയുടെ കാര്യങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് ഈ പദമഴയെക്കുറിച്ചുള്ളൊരു പ്രതികരണം വന്നിട്ടുണ്ട്, അതാദ്യം കാണാം. ഇവിടെ ഈ വെള്ളച്ചാലിൽ കൂടെ കുറേ നേരമായിട്ട് ഇങ്ങനെ വെള്ളപ്പത ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളിവിടെ ആശങ്കയിലാണ്. കുറേ നേരമായിട്ട് ആളുകൾ പലരെയും വിളിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളും കുറച്ച് നേരമായി ഇവിടെ വന്നിട്ട് ഇത് വളരെ ആശങ്കയിലാണ്. ഈ ചാലിലുടനീളം ഈ വെളുത്ത പത ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അപ്പോൾ എന്തായിരുന്നാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെയും പഞ്ചായത്തിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വെള്ളം ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടി നടക്കണം. അപ്പോൾ എന്തായിരുന്നാലും അവർ ഭയപ്പെടേണ്ട എന്നുള്ള രീതിയാണ് നമുക്ക് വന്നേക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി പദമഴയുടെ കാര്യവുമായി നമുക്കൊപ്പം ചേരുന്നു. സൂരജ് സജി, എങ്ങനെയാണിത് ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത്? എന്തെങ്കിലും പ്രാഥമിക വിവരം നമുക്ക് ലഭിച്ചോ? തൃശ്ശൂരിൽ വിവിധ ഇടങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. അതിനിടയിലാണ് ചേലക്കര ഭാഗത്ത് ഇത്തരത്തിൽ ഈ പദമഴ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചില വിദഗ്ധരുമായി സംസാരിച്ചിരുന്നു. അതിൽ 2 സാഹചര്യത്തിലാണ് ഈ പദമഴ രൂപപ്പെടുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വായുമലിനീകരണം ഉണ്ടാകുന്ന മേഖലകളിൽ ഇത് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പദമഴ പെയ്ത മേഖലയിൽ അത്തരത്തിലൊരു സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. അല്ലെങ്കിൽ ചില മരങ്ങളിൽ ഈ സോപ്പിന് സമാനമായ ഒരു ആസിഡ് രൂപപ്പെടും. അതേ തുടർന്ന് ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഇലകളിൽ ഇത്തരത്തിൽ ഈ വെള്ളം വീഴുന്ന സമയത്ത് ഈ ആസിഡിൽ ഉണ്ടാകുന്ന മാറ്റത്തെ തുടർന്ന് ഈ പതയായി പിന്നീട് ഇത് പെയ്തിറങ്ങുകയാണ് ചെയ്യുക. ആ രൂപമാറ്റം പിന്നീട് ഈ ഭൂമിയിലേക്ക് വെള്ളം പതിക്കുകയും അതിനുശേഷം ഈ വെള്ളത്തുള്ളികൾ ചേർന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒഴുകുന്നയൊക്കെ സമയത്തും അല്ലെങ്കിൽ വലിയ രീതിയിൽ പതിക്കുന്ന സമയത്തും അതൊരു പതയായി, അതായത് ഫോം റെയിൻ എന്നാണ് ഇതിന് പറയുന്ന ഒരു
ടേം അത്തരത്തിൽ ഫോം റെയിൻ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. നേരത്തെയും തൃശൂർ ജില്ലയുടെ ചേർപ്പ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരത്തിൽ ഈ ഫോം റെയിൻ രൂപപ്പെട്ടിരുന്നു. അത് ഏതാനും ഒരു മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഇത്തരത്തിലൊരു സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം തൃശൂർ ജില്ലയിൽ എവിടെയും തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചേലക്കരയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ചേലക്കര MLA-യുമായിട്ടുള്ള UR പ്രദീപുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരോടക്കം ഈ മേഖലയിൽ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ MLA നമ്മളോട് അറിയിച്ചിട്ടുള്ള കാര്യം. എസ്കേ, ഒരു കാലവർഷത്തിന്റെ ഒരു കെടുതിയുടെ വാർത്ത കൂടി വരുന്നു. പാലക്കാട് മരം കടപുഴകി റോഡിലേക്ക് വീണു. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ട തലനാരിഴയ്ക്ക് പട്ടാമ്പി തൃത്താല റോഡിൽ ഫെഡറൽ ബാങ്കിന് മുൻവശത്തായിട്ടാണ് അപകടം നടന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കാണുമ്പോൾ ഇത് വലിയൊരു അപകടമായി മാറാൻ സാധ്യതയുണ്ടായിരുന്നു, പറയൂ. അതെ, വലിയൊരു അപകടമായി മാറാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. നിരവധി മരങ്ങൾ ഇത്തരത്തിൽ ആ പ്രദേശത്ത് റോഡിൽ തൃത്താല പട്ടാമ്പി റോഡിലൊക്കെ കുട്ടനാട് പ്രദേശങ്ങളിലൊക്കെ നിരവധി മരങ്ങൾ ഇത്തരത്തിൽ അപകട ഭീഷണിയായിട്ടുണ്ട്. മുറിക്കണമെന്ന് നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെടുന്നുണ്ട്. KSEB ചില്ല വെട്ടി പോകുന്നതല്ലാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നില്ല. PWD ആണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടത്. എന്തായാലും ഇതൊരു വലിയ അപകടം നടക്കേണ്ടിയിരുന്നു, പക്ഷേ അത് സംഭവിച്ചില്ല. ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്ന ബൈക്ക് യാത്രികൻ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ അതിഭീകരം തന്നെയാണ്. എന്തായാലും ഈ മരം ഉടൻ തന്നെ KSEB അധികൃതരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ചേർന്ന് മുറിച്ചു മാറ്റുകയായിരുന്നു. മണിക്കൂറുകളോളം ഈ പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. ഉടൻ തന്നെ അപകട ഭീഷണിയുള്ള മരങ്ങളെല്ലാം തന്നെ മുറിച്ചു മാറ്റണമെന്ന ആവശ്യമാണ് ഇതിനകം തന്നെ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിൽ വീണ്ടും അക്രമത്തിന്റെ വാർത്ത വരുന്നു. യുദ്ധക്കെടുതിയുടെ വാർത്തകളും വരികയാണ്. ഇസ്രയേലിലെ ടെലവീവിൽ സ്ഫോടനമെന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ഇറാൻ ആക്രമിച്ചെന്നും തിരിച്ചടിയുണ്ടാകുമെന്നും ഇസ്രയേൽ പറയുന്നു. ഇറാനിലെ ഇസ്ഫഹാൻ സൈനിക താവളത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. അങ്ങനെ ലോക സമാധാനത്തിന് ഭീഷണിയായി പശ്ചിമേഷ്യ കത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് PP ജെയിംസ് പ്രൈം ടൈമിൽ വരുന്നു. PP ജെയിംസ്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ യുദ്ധക്കെടുതിയുടെ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? കാര്യം ഇന്ന് രാത്രി കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആളുകൾ പറയുന്നു. ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ 5-ാം ദിവസം ഏതാണ്ട് പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നടക്കുന്നത്. ഇസ്രായേൽ ഒരുപക്ഷെ അഹങ്കരിച്ചിരിക്കുന്നു തങ്ങളുടെ അയൺ ഡോമുകൾക്കുള്ളിൽ എല്ലാം ഒതുക്കാൻ കഴിയുമെന്ന്. പക്ഷേ അയൺ ഡോമുകളെ വീണ്ടും കബളിപ്പിച്ചുകൊണ്ട് ടെല്ലവീവിൽ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇസ്രായേലിൻ്റെ അഭിമാനമായി കരുതുന്ന ലോകത്തിലെ ലോകോത്തര ചാര സംഘടനയായ മൊസാദിൻ്റെ ആസ്ഥാനത്താണ് ഒരു മിസൈൽ പതിച്ചിരിക്കുന്നത്. മൊസാദിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറാൻ ആ മിസൈൽ അയച്ചിട്ടുള്ളത്. അപ്പോൾ മൊസാദിൻ്റെ ആസ്ഥാനത്ത് വീണിരിക്കുന്നു, മറ്റ് കെട്ടിടങ്ങൾക്ക് മേൽ വീണിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ടെല്ലവീവിൽ തന്നെയാണ്, ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവിലാണ് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചിട്ടുള്ളത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതനുസരിച്ച് ഒരു 12 മിനിറ്റാണ് എടുക്കുന്നത്. 1300-1500 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ. അതിനിടയിൽ സിറിയയും മറ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ട്, ജോർദനൊക്കെ ഉണ്ട്. അതിൻ്റെ എയർ സ്പേസ് കടന്നാണ് വരുന്നത്. എന്തായാലും ഇത്തവണ 8 മിസൈലുകളാണ് വന്നത്. അതിൽ 2 എണ്ണം പതിച്ചു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലും ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്ഫഹാൻ എന്ന പ്രോവിൻസിലുള്ള വ്യോമത്താവളത്തിന് നേരെ, സേനാ താവളത്തിന് നേരെ, ഇറാൻ്റെ സേനാ താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ തീ പടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ടെഹ്റാനിൽ നിന്ന് വിട്ടുപോകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ട്രാഫിക് കുരുക്കാണ് അവിടെ. 1 കോടി ജനങ്ങളുണ്ട്, 10 മില്യൺ എന്ന് വെച്ചാൽ ടെഹ്റാന് ചുറ്റും ഇത്രയും പേര്, 1 കോടി ആൾക്കാർ അവിടെ വിട്ട് പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്നതല്ല. എന്നാലും പേടിച്ചേരണ്ട് ജനങ്ങൾ മുഴുവൻ ഈ ട്രാഫിക് കുരുക്കുണ്ടാക്കിക്കൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ടെഹ്റാനിൽ വല്ലാത്ത അവസ്ഥയാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അടിയന്തരമായി നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. വാർ ടൈം സിറ്റുവേഷനിലാണ്. ട്രംപ് എന്ത് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ഒരു ഭാഗത്ത് ട്രംപ് പറയുന്നത് വേണ്ടി വന്നാൽ മറ്റെന്തിനും തയ്യാറാവുമെന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അവരുടെ യൂറോപ്പിൻ്റെ ബോംബർ വിമാനങ്ങൾ യൂറോപ്പിലേക്ക് എത്തുന്നു, അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ. ഒപ്പം തന്നെ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലെത്തുന്നു അമേരിക്കയുടെ. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേലിനോട് ചേർന്ന് എന്തെങ്കിലും ഒരു തിരിച്ചടിക്ക് മുതിരുകയാണോ,
അമേരിക്ക എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഫോറിൻ മിനിസ്ട്രി പറയുന്നുണ്ട് ഇറാൻ്റെ, ഞങ്ങൾ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പോൾ ഒടുവിൽ ട്രംപ് പറയുന്നത് ഞാൻ ഏതായാലും ഇതിൽ നേരിട്ട് ബന്ധപ്പെടുന്നില്ല, വൈസ് പ്രസിഡന്റ് JD വാൻസിനെ വേണമെങ്കിൽ ചർച്ചയ്ക്ക് അയക്കാമെന്ന് പറയുന്നു. ഒരു ഭാഗത്ത് ചർച്ചയെക്കുറിച്ച് പറയുന്നു, മറുഭാഗത്ത് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ബങ്ക് ബസ്റ്റർ ബോംബ് ഇതാണ്, പ്രത്യേകിച്ച് 200 അടി താഴേക്ക് പോകുന്ന ബോംബ് വെച്ച് ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്കയുടെ സഹായം തേടുകയാണ് ഇസ്രായേൽ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഷീല ജനാർദ്ദനും പറയുന്നു, പി ജെയിംസ് കൂടെ ഈ കമൻറ്റ് കേട്ടാൽ കൊള്ളാം, ലോകമഹായുദ്ധം ആസന്നമായി, എല്ലാം നശിക്കട്ടെ, കത്തി ചാമ്പലാക്കട്ടെ, അത്രയ്ക്കാണ് ഓരോരുത്തരുടെ അഹങ്കാരം എന്ന് പറയുന്നു. കാര്യം നമ്മുടെ ആളുകൾ അത്രയ്ക്കും വെറുത്തു തുടങ്ങി ഈ യുദ്ധക്കൊതിയന്മാർ. പക്ഷേ യുദ്ധക്കൊതിയന്മാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ കൊതി കൂടും എന്നുള്ളതാണ്. പവർ കറപ്റ്റ്സ് എന്ന് പറയുന്ന പോലെയാണ് അവസ്ഥ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നു. വിമാനത്തിൻ്റെ സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് എയർ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചതായി ഡൽഹി വാർത്ത. എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ല. വിമാന സർവീസുകളുടെ ഏകോപനം ശക്തിപ്പെടുത്താനും DGCA നിർദ്ദേശം നൽകി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. അച്യുതൻ, ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ നമ്മുടെ ഈ അഹമ്മദാബാദിലെ അപകടമല്ലാതെ മറ്റെന്തെങ്കിലും സാഹചര്യമുണ്ടോ? എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാങ്കേതിക പിഴവുണ്ട് എന്ന് DGCA കണ്ടെത്തിയിട്ടുണ്ടോ? എസ്കേനി, കഴിഞ്ഞ മണിക്കൂറിൽ നിരവധി എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യവും 2-3 വിമാനങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. അതായത് അഹമ്മദാബാദ് അപകടത്തിന് ശേഷം, വിമാന അപകടത്തിന് ശേഷം ഇന്ന് പുനരാരംഭിക്കാനിരുന്ന അഹമ്മദാബാദ് ലണ്ടൻ സർവീസ് അത് നടത്താനിരുന്ന വിമാനത്തിലും സാങ്കേതിക പ്രശ്നം തിരിച്ചറിയുന്നൊരു സാഹചര്യമുണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് DGCA അടിയന്തരമായി എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുമായി ഒരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തത്. ആ യോഗത്തിലാണ് എയർ ഇന്ത്യക്ക് ചില നിർദ്ദേശങ്ങൾ DGCAയുടെ ഭാഗത്ത് നിന്ന് നൽകുന്നത്. അതിൽ പറയുന്നത് വിമാനത്തിൻ്റെ സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം, വിമാനങ്ങൾ പുറപ്പെടൽ അത് സമയബന്ധിതമായി തന്നെ നടപ്പാക്കണം, ഈ വിമാനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നടപടികൾ കർശനമായി പാലിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതായത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എയർലൈൻ സർവീസുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ, അതായത് എഞ്ചിനീയറിംഗ്, ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഏകോപനം വേണം. ഏതെങ്കിലും തരത്തിലൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉടനടി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സ് ഉൾപ്പെടെയുള്ളവയുടെ ലഭ്യത ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ എയർ ഇന്ത്യ നൽകുന്നുണ്ട്. വിമാനം റദ്ദാക്കുകയോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു പുറപ്പെടാൻ താമസം ഉണ്ടാവുകയോ ചെയ്താൽ ഫിനിഷ് ചെയ്യൂ. അതായത് വിമാനം പുറപ്പെടാൻ വൈകിയാലോ അല്ലെങ്കിൽ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ യാത്രക്കാർക്ക് മുൻകൂട്ടി അതിനുവേണ്ട നിർദ്ദേശങ്ങൾ, അവർക്ക് അത്തരം സന്ദേശങ്ങൾ കൃത്യമായി തന്നെ നൽകണം എന്നുകൂടി DGCA ഇപ്പോൾ എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നു. ഒപ്പം ഈ 787 ബോയിങ് വിമാനങ്ങളിൽ ഒരു ആശങ്ക ഉയർന്നിരുന്നു. അത്തരം ആശങ്കകളില്ല, അത് സുരക്ഷാ പ്രശ്നങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുകൂടി DGCA അറിയിക്കുന്നുണ്ട്. SKN. താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും DGCAയുടെ ചില നിർദ്ദേശങ്ങൾ എയർ ഇന്ത്യയെ തേടി വരുന്നു. പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണ് ഇത്രയധികം 240ഓളം ആളുകൾ മരിച്ച സംഭവത്തിന് ശേഷമാണ് ഇത്തരം കരുത്തോടെയുള്ള തീരുമാനം DGCA അറിയിക്കുന്നത്. യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങുമെന്ന് സഭയുടെ അധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബ പറയുന്നു. മാധ്യമങ്ങൾ വാർത്തകൾ സൃഷ്ടിച്ചപ്പോൾ 24 SKN40 കേരള യാത്ര പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിച്ചെന്നും അത് അഭിനന്ദനാർഹമാണെന്നും ബാബ കോതമംഗലത്ത് പറഞ്ഞു. കാതോലിക്ക ബാബയ്ക്ക് കോതമംഗലത്ത് നൽകിയ സ്വീകരണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. കോതമംഗലം ചെറിയ പള്ളിയുടെ കീഴിൽ സ്ഥാപിതമായ മാർ ബസീലിയോസ് മെഡിക്കൽ മിഷൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു യാക്കോബായ സഭാധ്യക്ഷൻ ബസീലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകിയത്. ലഹരി തന്നെയായിരുന്നു സ്വീകരണ പരിപാടിയിലെ മുഖ്യ ചർച്ചാ വിഷയം. ലഹരിക്കെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയെ അഭിനന്ദിച്ചാണ് ബാബ പ്രസംഗം ആരംഭിച്ചത്. ലഹരിയുടെ ഉപയോഗം അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണെന്നും മാധ്യമങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കാൻ ഇറങ്ങുമ്പോൾ ലഹരിക്കെതിരെ നടത്തിയ SKN40 കേരള യാത്ര
ആശാവഹമാണെന്നും ബാവ. അദ്ദേഹം എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു വലിയ ഉദ്യമം ഏറ്റെടുത്തത് എന്നുള്ളത് നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എത്രമാത്രം അദ്ദേഹം ഈ യാത്രയിൽ സഹിഷ്ണുതയോടുകൂടി ഈ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് അത് അദ്ദേഹത്തിനാവുന്ന നിലകളിൽ ബന്ധപ്പെട്ട അധികാരികളെ ബോധ്യപ്പെടുത്തുവാനും അതൊരു റെക്കോർഡിക്കലായി അത് കൈമാറുവാനും സാധിച്ചു എന്നുള്ള ഒത്തിരി ആശാവഹമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്നയാളാണ് ബാവയെന്നും എല്ലാവർക്കും വെളിച്ചം കാണിക്കാൻ ബാവയ്ക്ക് കഴിയുമെന്നും സ്വീകരണ പരിപാടിയിലെ മുഖ്യാതിഥിയും ഉദ്ഘാടകനുമായ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. കേരള യാത്രയിലെ അനുഭവങ്ങളും പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ലാളിത്യത്തെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അത് അദ്ദേഹം തുടരട്ടെ. ഒരുപാട് മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ അദ്ദേഹത്തിന്റെ ഈ ജീവിതം കൊണ്ട് അദ്ദേഹത്തിന് കഴിയട്ടെ. വയനാട്ടിലെ ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ഒരു ബാവലി പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുടെ സമീപം വെച്ച് ഒരു 100-400 പേരുള്ള ഒരു സദസ്സിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരുവൻ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് എൻ്റെ വിരൽ ഇങ്ങനെ പിടിച്ചങ്ങ് മടക്കി. പെട്ടെന്ന് ഞാൻ വേദനയെ കൂടെ കൈ വലിച്ചു. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, സഹോദര എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ കച്ചവടക്കാരന്, എനിക്ക് 3 പെൺപിള്ളേരെ വളർത്താനുണ്ട്, ഞാൻ MDMA തന്നെ കടത്തിക്കൊണ്ടിരിക്കും, അങ്ങേക്ക് വേണോ 1 മണിക്കൂറിനകം സാധനം എത്തിക്കാം. പരിപാടിയോടനുബന്ധിച്ച് പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിനും ഫെലോഷിപ്പ് പ്രോഗ്രാമിനും തുടക്കം കുറിച്ചു. ന്യൂസ് ലെറ്റർ റിലീസിംഗും നടത്തി. കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ നടന്ന പരിപാടിയിൽ ഏലിയാസ് മാർ യൂലിയോസ്, കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. 24 കൊച്ചി. ബാവയ്ക്കുള്ള സ്വീകരണ പരിപാടി അത്യന്തം ആകർഷകമായിരുന്നു, ലളിതം ആയിരുന്നു. വളരെ വിനയത്തോടെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. കോതമംഗലം ദന്തൽ കോളേജിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കാൻ ഇനി 1-2 മിനിറ്റുകൾ മാത്രം മതി. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകളും പരാതികളും KSRTC ഇനി നേരിട്ട് ചോദിച്ചറിയും. പുതിയതായി രൂപീകരിച്ച CMD സ്ക്വാഡ് യാത്രക്കാരുടെ പരാതികൾ നേരിലറിഞ്ഞ് പരിഹാരം കണ്ടെത്തും. KSRTCയിലേക്ക് സംശയ നിവാരണത്തിന് ഫോണിൽ ബന്ധപ്പെടുന്നവർക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ കോൾ സെന്ററും തുടങ്ങാൻ തീരുമാനമായി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. KSRTC CMD പ്രമോദ് ശങ്കർ ബസ്സിൽ കയറി യാത്രക്കാരുടെ പരാതികൾ നേരിട്ട് കേട്ടിരുന്നു. ഓക്കെയാണോ വേറെ പിന്നെ അനിയന്മാർക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? നിരവധി പരാതികൾ നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് പ്രത്യേക CMD സ്ക്വാഡിന്റെ പ്രവർത്തന രീതി മാറ്റുന്നത്. ഇനി മുതൽ സ്ക്വാഡിലെ ഇൻസ്പെക്ടർമാർ ബസ്സിൽ ടിക്കറ്റ് മാത്രം പരിശോധിച്ചാൽ പോരാ, യാത്രക്കാരോട് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഗൗരവമായ വിഷയമാണെങ്കിൽ മാനേജിംഗ് ഡയറക്ടറെ അറിയിച്ച് പരിഹാരം കാണണമെന്നും KSRTC മാനേജ്മെന്റ് നിർദ്ദേശിച്ചു. KSRTC ജീവനക്കാർ തന്നെയായിരുന്നു കോൾ സെന്ററുകൾ നിയന്ത്രിച്ചിരുന്നത്. ഇനി മുതൽ ആ രീതി മാറുകയാണ്. കോൾ സെന്റർ നടത്തിപ്പ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കും. ഇതിനായി KSRTC കോൾ സെന്റർ നടത്തിപ്പിനുള്ള കരാറുകളും ക്ഷണിച്ചു. ടിക്കറ്റ് എടുക്കാതെ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താനായിരുന്നു മുൻപ് ഇൻസ്പെക്ടർമാർ കയറിയിരുന്നത്. പക്ഷേ ഇനി മുതൽ ഇൻസ്പെക്ടർമാർ യാത്രക്കാരുടെ ക്ഷേമം കൂടി അന്വേഷിക്കും. ഒപ്പം ഫോൺ ചെയ്യുന്നവർക്ക് കൃത്യമായി മറുപടി നൽകാൻ കോൾ സെന്ററും തയ്യാറാകുന്നുണ്ട്. യാത്രക്കാർക്ക് മികച്ച സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് പുതിയ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. എന്തായാലും നല്ല തീരുമാനമാണ്. യാത്രക്കാരുടെ ബുദ്ധിമുട്ടും ക്ലേശങ്ങളും നേരിട്ട് അറിഞ്ഞാൽ മാത്രം പോരെ, സത്വര നടപടികൾ കൂടി സ്വീകരിക്കട്ടെ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്.